സദ്യക്കൊക്കെ തയ്യാറാക്കുന്ന വരട്ടിയെടുത്ത അവിയൽ നമുക്ക് രണ്ട് രീതിയിൽ ചട്ടിയിലും കുക്കറിലും തയ്യാറാക്കാം. കഷ്ണങ്ങളായിട്ട് എടുത്തിരിക്കുന്നത് ചേന, ക്യാരറ്റ്, പടവലങ്ങ, വാഴയ്ക്ക, മുരിങ്ങയ്ക്ക, കുമ്പളങ്ങ എടുക്കാം, ഇല്ലെങ്കിൽ വെള്ളരിക്ക എടുക്കാം. ആദ്യത്തെ രീതിയിൽ കുമ്പളങ്ങയാണ് എടുത്തിരിക്കുന്നത്. രണ്ടാമത് കുക്കറിൽ തയ്യാറാക്കുന്ന രീതിയിൽ വെള്ളരിക്കയാണ് എടുത്തിരിക്കുന്നത്. ആദ്യം ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് ആദ്യം ചേന 3/4 വേവോളം വേവിച്ചെടുക്കുക. അതിലേക്ക് ബാക്കിയുള്ള കഷ്ണങ്ങളും കൂടെ ചേർത്ത് മഞ്ഞൾപ്പൊടിയും ചേർത്ത് മീഡിയം ഫ്ലെയിമിൽ വെച്ച് കഷ്ണങ്ങൾ ഒരു പകുതി വേവാവുന്നവരെ വേവിച്ചെടുക്കുക. ഇനി ഇതിലേക്ക് വെള്ളം ഒഴിക്കരുത്. ഈ സമയത്ത് തേങ്ങയും ചുവന്ന മുളകും പച്ചമുളകും ശകലം ജീരകവും കൂടെ ചതച്ചെടുക്കാം. കഷ്ണങ്ങൾ ഒരുവിധം വാടി വരുമ്പോൾ അതിലേക്ക് പുളിവെള്ളമോ പച്ചമാങ്ങയോ ചേർക്കാം. നന്നായിട്ട് വെന്ത് കിട്ടുമ്പം സ്വാദിനാവശ്യമുള്ള ഉപ്പും നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന തേങ്ങയുടെ കൂട്ടും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കരിവേപ്പിലയും കൂടെ ചേർത്ത് ചെറുതീയിൽ ഒരു 5 മിനിറ്റ് വേവിച്ചെടുക്കുക. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുത്തതിന് ശേഷം ഇപ്പോൾ താഴ്ഭാഗത്ത് ഒട്ടും വെള്ളമില്ല, നന്നായിട്ട് വരണ്ട് വന്നിട്ടുണ്ട്. 2-3 ടീസ്പൂൺ വെളിച്ചെണ്ണയും കരിവേപ്പിലയും കൂടെ ചേർത്ത് നന്നായിട്ട് പ്രസ് ചെയ്ത് ഗ്യാസ് ഓഫ് ചെയ്ത് ഒരു 5 മിനിറ്റിന് ശേഷം ഇളക്കി യോജിപ്പിച്ച് നമുക്ക് വിളമ്പാവുന്നതാണ്. ഈ രീതിയിൽ നമുക്ക് ചട്ടിയിൽ തയ്യാറാക്കാം. ഇനി കുക്കറിലാണ് തയ്യാറാക്കണമെന്നുണ്ടെങ്കിൽ കുക്കറിൽ ഒരു 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ഒന്ന് ചുറ്റിച്ചെടുക്കുക. അതിലേക്ക് നീളത്തിൽ അരിഞ്ഞ് വെച്ച കഷ്ണങ്ങൾ, ആദ്യം ചേനയാണ് ഏറ്റവും താഴെ ഇടുന്നത്. അത് കഴിഞ്ഞ് ക്യാരറ്റ്, ഒരു പകുതി വെള്ളരിക്ക, പടവലങ്ങ, മുരിങ്ങയ്ക്ക, പിന്നെ ഏറ്റവും മുകളിൽ വെള്ളരിക്ക വരുന്ന രീതിയിൽ കഷ്ണങ്ങൾ ഇടുക. ഇത് ഏകദേശം എല്ലാം കൂടെ ഒരു 4 കപ്പ് കഷ്ണങ്ങൾ കാണും. അതിലേക്ക് ഒരു ശകലം പുളിവെള്ളം കൂടെ ഒഴിച്ച്, പുളി അവരവരുടെ ടേസ്റ്റിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യുക. മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് ഒരു വിസിൽ മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേവിക്കുക. പ്രഷർ വന്നതിന് ശേഷം ഗ്യാസ് ഓഫ് ചെയ്തിട്ട് പ്രഷർ ഉടനെ തന്നെ നമ്മളിതുപോലെ വെയിറ്റ് ഒന്ന് പൊക്കി പിടിച്ച് റിലീസ് ചെയ്യുക. ഇല്ലെങ്കിൽ കഷ്ണങ്ങൾ കുഴഞ്ഞു പോവും. നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം സ്വാദിനാവശ്യമുള്ള ഉപ്പും കരിവേപ്പിലയും ഒരു കപ്പ് തേങ്ങ, ചുവന്ന മുളകും പച്ചമുളകും ഒരു 1/4 ടീസ്പൂൺ ജീരകവും കൂടെ ചേർത്ത് ചതച്ചെടുത്തതാണ്. വെള്ളം ഒഴിച്ച് അരയ്ക്കരുത്. ഇതുപോലെ ചതച്ചെടുത്ത തേങ്ങയും കൂടെ ചേർത്ത് ഒരു 3 മുതൽ 5 മിനിറ്റ് വരെ അവിയൽ വേവിച്ചെടുക്കുക. ചെറിയ തീയിൽ വെച്ച് വേണം വേവിക്കാൻ. അത് കഴിയുമ്പം അവിയൽ കറക്റ്റായിട്ട് നമുക്ക് വെന്ത് കിട്ടിക്കാണും. ഒട്ടും വെള്ളമയോ ഇല്ല. നന്നായിട്ട് വരട്ടിയെടുത്ത അവിയൽ. വേണമെങ്കിൽ അവസാനം ശകലം കരിവേപ്പിലയും വെളിച്ചെണ്ണയും കൂടെ ഒഴിക്കാം. ഇതുപോലെ വളരെ പെട്ടെന്ന് ഒരു ചെറിയ ഫാമിലിക്ക് ഒരു ചെറിയ ക്വാണ്ടിറ്റിയിൽ അവിയൽ തയ്യാറാക്കണമെങ്കിൽ ഒരു 10 മിനിറ്റിൻ്റെ ആവശ്യമേ വരത്തുള്ളൂ. എല്ലാവരും ഒന്ന് ഇതുപോലെ തയ്യാറാക്കി നോക്കുക.